ഞാനൊരു പോലീസ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ CBIയെ ഏൽപ്പിക്കുന്നതിന് പകരം ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം. ക്രൈംബ്രാഞ്ചിൽ വളരെ സമർത്ഥനായ ഒരു ഓഫീസറുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനവുമായി നടന്നിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അന്നു മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും സത്യസന്ധതയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പാലക്കാട് DYSP ആണ്, മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. സർ, അപർണ കൊലക്കേസിൽ ഒരാളാണ് പ്രതി. കേരളത്തിലെ ആന്റി നർക്കോട്ടിക് സെൽ എത്ര വലവരിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലർ അയ്യർ എന്ന നാമവിശേഷണമുള്ള ദേവദേവരാജ ഗൌഡ അന്വേഷണത്തിനിടയിൽ എന്റെ വലയിൽ വന്നുപെട്ടു. തള്ളിയതല്ലേ അവൻ നമ്മാള്. சார், எங்கிட்ட கொஞ்சம் சரக்கு இருக்கு, சாம்பிள் கொண்டு வந்திருக்கேன். நாங்க இதுக்கு என்ன விலை இருக்கு சார்? அது வந்து கேஜிக்கு 15 லட்சம் ரூபாய் நினைக்கிறேன். இந்த சரக்கு 12 லட்சத்துக்கு நன்கணக்கு நானே விட்டுட்டு இருக்கு. நீ வந்து புதுசு தானே, 10 லட்சத்துக்கு கராறு போடலாம். எவ்வளவு இருக்கு சார்? அது வந்து 20 கேஜி இருக்கு. இதுவா பெரிய வியாபாரம்? சரி சரி, சம்மதமாயிருந்தா நைட்ல அங்க கோடவுனுக்கு வா. சரிங்க சார்.